നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി മഞ്ജു പിള്ളയുടെ മകളും മോഡൽ കൂടിയായ ദയ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി ആരാധകരെയും സ്വന്തമാക്കി. സൂപ്പർ മോഡലുകളെ പോലെ ഗ്ലാമറസ് ആൻഡ് മോഡേൺ ലുക്കിലെത്തുന്ന ദയയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വ്ലോഗറായ ഷെഫീന ബീവി രംഗത്തെത്തിയിരുന്നത്. ദയയുടെ പുതിയ ട്രാൻസിഷൻ റീലായിരുന്നു ഷെഫീനയുടെ വിമർശനത്തിന് കാരണം. നെപ്പോ കിഡ് കാണിക്കുന്ന പോക്രിത്തരം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷെഫീനയുടെ വിമർശനം. ഒരു മകളല്ലേ ഉള്ളൂവെന്നും അവൾക്ക് മര്യാദ പറഞ്ഞു കൊടുത്തൂടെ എന്നും ഷെഫീന മഞ്ജു പിള്ളയോടായി ചോദിച്ചിരുന്നു. മകളെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ച ഷെഫീന ഇപ്പോഴത്തെ പിള്ളേരുടെ വിചാരം തുണി പറിച്ചു കളയുന്നതാണ് സ്വാതന്ത്ര്യം എന്നാണെന്നും പറഞ്ഞിരുന്നു. ഈ കാണിക്കുന്നതാണോ ഫെമിനിസം? ഇതാണോ സ്വാതന്ത്ര്യം? മഞ്ജു പിള്ള മകളുടെ പ്രവർത്തികൾ കാണുന്നില്ലേ? ഇതൊന്നും ഫാഷനല്ല, മോഡേണിസം തലയിൽ കയറിയതായാണ് തോന്നിയത്. സ്ത്രീകളെ അപമാനിക്കുന്നത് പോലെയാണ് ദയയുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ തോന്നിയതെന്നും ജനറേഷൻ ഗ്യാപ്പാണെന്ന് പറഞ്ഞ് ആരും വരരുതെന്നും ഷെഫീന പറഞ്ഞിരുന്നു. ഇങ്ങനെ കോലം കെട്ടുന്നതിന് പബ്ലിക് ന്യൂയിസൻസ് കേസെടുക്കണമെന്നും ഷെഫീന പറഞ്ഞു. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ഷെഫീന ബീവിക്കെതിരെ രംഗത്തെത്തിയത്. ഈ സ്ത്രീ ഒരു പൊതുശല്യമാണ്. എത്ര സ്ത്രീകളെയാണ് അവർ മെന്റലി ഹറാസ് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞുള്ള കമന്റുകളും ധാരാളമായി വന്നു. അവൾ എന്തിടണമെന്നത് അവളുടെ തീരുമാനമാണെന്ന് പറഞ്ഞ് ദയയെ പിന്തുണച്ചുകൊണ്ടും നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വീഡിയോകൾ ചെയ്തിരുന്നു. ഈ സ്ത്രീ ഒരു പൊതുശല്യമാണ്. എത്ര സ്ത്രീകളെയാണ് അവർ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത്? മറ്റൊരാളുടെ വ്യക്തിപരമായ വസ്ത്രധാരണത്തെ ഇത്തരത്തിൽ പൊതുവേദിയിൽ വിമർശിക്കുന്നത് ശരിയല്ല എന്നും ഓരോരുത്തർക്കും തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടെന്നും ഒട്ടേറെ പേർ അഭിപ്രായപ്പെട്ടിരുന്നു. ദയ എന്ത് ധരിക്കണമെന്നത് അവളുടെ തീരുമാനമാണെന്നും വ്ലോഗറുടെ വീഡിയോ അതിരുവിട്ടുവെന്നും തുറന്നു പറഞ്ഞ് ദയയെ പിന്തുണച്ചുകൊണ്ട് നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വീഡിയോകൾ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ വിമർശിച്ചെത്തിയ വ്ലോഗർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദയ. ട്രെൻഡിംഗ് ബോൾഡ് ലുക്കിൽ ഈ 500 തോൽപ്പിക്കാൻ ആവില്ല മക്കളെ എന്ന ഹാഷ്ടാഗോടെയാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മഞ്ജു പിള്ളയും ഈ പോസ്റ്റ് റീഷെയർ ചെയ്തിട്ടുണ്ട്. ചിലരുടെ പ്രവർത്തികൾ കണ്ട് രണ്ട് പൊട്ടിക്കണമെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും മാതാപിതാക്കൾ ഫേമസ് ആയതുകൊണ്ട് മീഡിയ വിമർശിക്കുമെന്ന് ഓർത്ത് വെറുതെ ഇരിക്കുന്നു എന്ന തന്റെ പഴയൊരു റീലും ദയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി കുറിച്ചു. നീ തല്ലിയിട്ട് വാ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നാണ് ഇതിന് മഞ്ജു പിള്ള ഇട്ടിരിക്കുന്ന കമന്റ്. വിമർശനങ്ങൾക്ക് പിന്നാലെ വീണ്ടും വിഷയത്തിൽ വിശദീകരണവുമായി ഷെഫീന രംഗത്തെത്തിയിരുന്നു. ദയയെ തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും എന്നാൽ ഇത്തരം വസ്ത്രങ്ങൾ ഇടുന്നതിനെയാണ് താൻ വിമർശിച്ചത് എന്നുമാണ് ഷെഫീന പറഞ്ഞത്. അതേസമയം ദയാ സുജിത്തിന്റെ വസ്ത്രധാരണത്തെ നിർദാക്ഷിണ്യം വിമർശിച്ച യൂട്യൂബർ ഷെഫീന ബീവിക്ക് എതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. ദയയുടെ വസ്ത്രധാരണം അരോചകമായോ പബ്ലിക് ന്യൂയിസൻസ് ആയോ കണക്കാക്കാൻ കഴിയില്ല എന്ന് ഷെഫീനയുടെ അഭിപ്രായത്തോട് എതിർപ്പറിയിച്ച് ഫേസ്ബുക്ക് യൂസർ അനു ചന്ദ്ര പറഞ്ഞു. വിഷയത്തിൽ പ്രതികരിച്ച അനു തന്റെ അഭിപ്രായം പങ്കിട്ടെഴുതിയ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: നടി മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്തിനെ ഒരു വ്ലോഗർ പച്ചയ്ക്കിരുന്ന് ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ ഇന്നാണ് കണ്ടത്. ഒന്നാമത് എനിക്ക് ആ വ്ലോഗറെ പറ്റിയ ഒരു അഭിപ്രായവുമില്ല. ഭാഷയ്ക്കൊട്ടും വിദഗ്ധമില്ലാത്ത ഒരു സ്ത്രീ. അതവിടെ കിടക്കട്ടെ, അതല്ല എന്റെ വിഷയം. ദയാ സുജിത്തിന്റെ വസ്ത്രധാരണമാണല്ലോ ഇവിടത്തെ വിഷയം. അതിനെ അറഞ്ചം പുറഞ്ചം ആ സ്ത്രീ വിമർശിക്കുന്നത് കേട്ടു. അതിനിടയിൽ പുള്ളിക്കാരി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതാണ് എന്റെ വിഷയം. വസ്ത്രം സ്വാതന്ത്ര്യമാണ്. എപ്പോഴാണെന്ന് അറിയാമോ? മറ്റുള്ളവർക്ക് അരോചകമാവാതിരിക്കുന്നിടത്തോളം അത് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അരോചകമായി വസ്ത്രം ചെയ്താൽ അത് പബ്ലിക് ന്യൂയിസൻസ് ആണ് എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അതെങ്ങനെ ശരിയാകും? ഒന്നാമത്തെ കാര്യം ശരിയാണ്, വസ്ത്രം സ്വാതന്ത്ര്യമാണ്. പല രാജ്യങ്ങളിലും വ്യക്തികൾക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ വസ്ത്രം സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് അരോചകമാവാതിരിക്കുന്നിടത്തോളം അത് സ്വാതന്ത്ര്യമാണെന്ന ആ രണ്ടാമത്തെ വാദമില്ലേ, അത് പ്രശ്നമാണ്. കാരണം അരോചകം എന്നത് വ്യക്തിനിഷ്ഠമാണല്ലോ. അതായത് ഒരാൾക്ക് അരോചകമായി തോന്നുന്ന വസ്ത്രം മറ്റൊരാൾക്ക് തീർത്തും സാധാരണമായ വസ്ത്രമായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വ്യക്തിപരമായ അസ്വസ്ഥത നോക്കി മാത്രം ഒരു വസ്ത്രത്തെ തെറ്റാക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. പിന്നെ നിങ്ങൾ അരോചകമായി വസ്ത്രം ധരിച്ചാൽ അത് പബ്ലിക് ന്യൂയിസൻസ് ആണ് എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് പ്രശ്നമാണ്. കാരണം പബ്ലിക് ന്യൂയിസൻസ് എന്നാൽ പൊതുജനങ്ങൾക്ക് ഉപദ്രവമോ തടസ്സമോ അപകടമോ സൃഷ്ടിക്കുന്ന പ്രവൃത്തികളെയാണ് സൂചിപ്പിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഒരാളുടെ വസ്ത്രധാരണം ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് പബ്ലിക് ന്യൂയിസൻസ് ആകണമെന്നില്ല. അതുകൊണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ. ദയാ സുജിത്ത് ചെയ്തതിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ഒന്നുമില്ല. നിയമം വിലക്കുന്ന തരത്തിലുള്ള പെരുമാറ്റവുമല്ല. അതുകൊണ്ട് ആ കൊച്ചിനെ അങ്ങ് വെറുതെ വിട്ടേക്ക് വ്ലോഗറെ എന്നായിരുന്നു കുറിപ്പിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ വന്നു. എന്തായാലും വസ്ത്രം ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. നല്ല ബോഡി ഷേപ്പുള്ള സ്ത്രീ മനോഹരമായ സാരി ഉടുത്താൽ അത്രയ്ക്കും സെക്സി ഡ്രസ്സ് വേറെയില്ല. അപ്പോഴും മലയാളി പറയും അവർ അങ്ങനെ സാരി ഉടുത്തത് കൊണ്ടാണ് ഞാൻ വായും പൊളിച്ചോ നോക്കിയതെന്ന്. അസൂയയും കൊതികർവുമുള്ള മലയാളി ആണും പെണ്ണും സ്മാർട്ടായി വസ്ത്രം ധരിച്ചു നടക്കുന്ന പെണ്ണുങ്ങളെ നോക്കി കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് അനുകൂലിച്ചവർ കുറിച്ചത്. പണ്ട് ലോ വേസ്റ്റ് പാന്റ് ട്രെൻഡായ സമയത്ത് ആൺകുട്ടികളുടെ അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് പുറത്ത് കാണുന്നുവെന്ന് പറഞ്ഞവരുണ്ട്. ഇലാസ്റ്റിക് പുറത്ത് കാണുന്നുവെന്ന് പറഞ്ഞ് അവരെ ഞരമ്പന്മാരാണെന്ന് വിളിച്ചാക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനും വരെ മുന്നിൽ നിന്നത് ഇപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന അതേ ഫെമിനിസ്റ്റുകൾ തന്നെയായിരുന്നുവെന്ന് കുറിപ്പിനോട് വിയോജിച്ച് പ്രകടിപ്പിച്ചവരിൽ ചിലരും കുറിച്ചു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.